ഹലോ മക്കളെ, അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ +1 എക്കോണമിക്സിന്റെ 3rd ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയും അതായത് ജേർണലൈസിംഗ് പ്രോസസ് പഠിച്ചുകൊണ്ടിരിക്കുകയും ആ ജേർണലൈസിംഗ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് അല്ലേ. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ അല്ലെങ്കിൽ ഒരുമിച്ചോ വരികയാണെങ്കിൽ അതിനെ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയാം. നമുക്കൊരു സിമ്പിൾ കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സി ദ ട്രാൻസാക്ഷൻ ജൂലൈ 15 ജൂലൈ 15 നമുക്ക് 3 ട്രാൻസാക്ഷൻ തന്നു. ആ ട്രാൻസാക്ഷൻ ഇവയൊക്കെയാണ്. ആ ട്രാൻസാക്ഷനിൽ ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് 20,000 rupees ആൻഡ് ക്യാഷ് പെയ്ഡ് ടു സാഹിൽ 6,000 rupees ആൻഡ് കമ്മീഷൻ പെയ്ഡ് 4,000. ഇങ്ങനെ 3 ട്രാൻസാക്ഷൻ എല്ലാം പെയ്ഡ് ആണ്. ഇതിന്റെ സിമിലാരിറ്റി എന്താ? എല്ലാം പെയ്ഡ് ആണ്, അതായത് ക്യാഷിന് ക്രെഡിറ്റ് ആണ്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ശരിക്കും പർച്ചേസ് അക്കൗണ്ടിന്റെ ക്യാഷ്, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ സാഹിൽ അക്കൗണ്ടിന്റെ ക്യാഷ്, മൂന്നാമത്തത് കമ്മീഷൻ അക്കൗണ്ടിന്റെ ക്യാഷ്. നമുക്ക് ഒറ്റ ക്യാഷ് ക്രെഡിറ്റ് മാത്രം കൊടുത്താൽ പോരെ. സോ ഹൗ ടു റെക്കോർഡ് ദിസ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി? ഡേറ്റ് 15th ആണ്. സോ ഫസ്റ്റ് ഡെബിറ്റ് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ഇറ്റ് ഈസ് 20,000 rupees. Then Sahil account debtor it is 6,000. Then commission account debtor 4,000 and only one credit, that is to cash account. മൂന്നും കൂടെ ആഡ് ചെയ്യുന്നു. 20,000 26 then plus 4 that is 30,000 ആണ്. 30,000 rupees. Then what is narration? Purchased goods, cash paid to Sahil and commission paid. So same narration you can provide. So this is the compound journal entry. ഇനി ക്രെഡിറ്റ് വരികയാണെങ്കിലും ഡെബിറ്റ് വരികയാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ നല്ലപോലെ പഠിക്കാം.